ചെറുപുഴ ക്ലീൻ ചെറുപുഴ എന്ന പേരിലുള്ള ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് ഈ സമീപവാസികളുടെ സഹകരണത്തോടെ നമ്മൾ ഉദ്ദേശിക്കുന്നു. അഴകുള്ള അങ്ങാടിപ്പുറം മനോഹരമായ അങ്ങാടിപ്പുറമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പുതിയ ഭരണസമിതി. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം എന്ന് വെച്ചാൽ ആളുകൾ കുളിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. നാട്ടുകാർക്ക് നിർദ്ദേശമൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിച്ചതിന് ശേഷം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതുകൂടാതെ ആരെങ്കിലുമൊക്കെ പുറമേ നിന്ന് ടാങ്കറിലോ ചെറിയ ടാങ്കറിലോ ഒക്കെ കൊണ്ടുവന്ന് മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അങ്ങനെ ഒരു പരിശോധനയുടെ വേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സംശയം ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് എല്ലാ ഭാഗത്തും സംശയമുണ്ട്. കാരണം പെരുന്നാളിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് നോട്ടെത്തുന്ന സ്ഥലമല്ല. പെരുന്തൽമണ്ണ മുതൽ ഞാൻ ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എവിടുന്നാണോ ഇതിന്റെ ഉത്ഭവം അവിടുന്ന് മുതൽ ഈ അങ്ങാടിപ്പുറം വരെയുള്ള സ്ഥലം ഈ തോടിന്റെ ഇരുവശവും പരിശോധിക്കണം. അതുപോലെ രാത്രി മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് ആരോഗ്യ മേഖലയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഒരു നിരീക്ഷണം കൂടി വേണം എന്നാണ് ഇതിൽ അഭിപ്രായപ്പെടാറ്. അപ്പോൾ അമ്മിനിക്കാട് നിന്ന് തുടങ്ങി നമ്മുടെ ഒരുപാട് ആളുകളുടെ ജലക്ഷാമം പരിഹരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആറാട്ടുകടവിൽ നേരത്തെ അവിടെ ചെന്നപ്പോഴും, അതായത് കൃഷിഭവന്റെ അവിടുത്തെ ഏറാന്തോടതിന്റെ സമയത്ത് കൊരട്ടി എന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോഴും മാലിന്യം അവിടെ അസഹ്യമായ ദുർഗന്ധമാണ്. ഇപ്പോൾ ആറാട്ടുകടവാണ് ഇവിടെ. ഇപ്പോൾ ശരിക്കും ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പൂജാരിമാര് ഇതിൽ കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ അഴുക്കുവെള്ളത്തിൽ കുളിച്ചിട്ട് അവിടെ ശുദ്ധി ഉണ്ടാവില്ലല്ലോ എന്നൊരു പരാതി കൂടി അവർ പറയുകയുണ്ടായി. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സുധീഷ് സാറ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമക്കിൽ ഉൾപ്പെടെ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് സുധീഷ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടി വരില്ല ഇതിന്. ഇത് ശരിക്കും വലിയൊരു മാലിന്യ ആരോഗ്യ പ്രശ്നം തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. ഇത് അമിനിക്കാടൻ മലകളിൽ നിന്ന് ആരംഭിച്ച് പെരിന്തൽമണ്ണ ടൗൺ, അതുപോലെ അങ്ങാടിപ്പുറം കൂടെയാണ് ഈ തോട് പോകുന്നത്. അപ്പോൾ ഈ തോട്ടിൽ മാലിന്യങ്ങൾ ആരൊക്കെയാണ് ഇടുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതൊരു പ്രായോഗികമല്ല. പക്ഷെ എന്നിരുന്നാലും ഇന്നലെ നമുക്ക് ഈ പല സ്ഥലത്ത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിറ കെട്ടി വെള്ളം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഈ സ്മെല്ലും മറ്റു ദുർഗന്ധവും സമീപവാസികൾക്ക് വലിയൊരു പ്രശ്നമാകുന്നത്. അതുപോലെ തന്നെ ആറാട്ടുകടവിൽ ഈ അമ്പലത്തിൽ പൂജാരികളൊക്കെ ദേഹശുദ്ധി വരുത്തുന്ന സമയത്തൊക്കെ ഈ അവർക്ക് സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷെ ഇതിന് ശാശ്വതമായ പരിഹാരം എന്നുള്ളത് നമുക്ക് ഇവിടെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഈ ചെറുപുഴ ക്ലീൻ ചെറുപുഴ എന്ന പേരിലുള്ള ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് ഈ സമീപവാസികളുടെ സഹകരണത്തോടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താഴേക്കോട് പഞ്ചായത്ത്, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, അങ്ങാടിപ്പുറം പഞ്ചായത്ത്, ഇത്രയും ഭാഗങ്ങളിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാവരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, പോലീസ് എല്ലാവരുടെയും സഹായത്തോടു കൂടി എവിടെയാണോ ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ജനങ്ങളുടെ സഹകരണത്തോടെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശാശ്വതമായ ഒരു പരിഹാരം ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാ പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് എല്ലാവരും ജനങ്ങളുടെ സഹകരണത്തോടെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായ നടപടി ഉണ്ടാകുമെന്ന ഒരു കാര്യത്തിൽ ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിൽ നിന്നും നമുക്ക് ഉറപ്പ് കിട്ടുന്നു. താഴേക്കോട് പഞ്ചായത്തും നഗരസഭ, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം പഞ്ചായത്ത്, ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ചെറുപുഴയുടെ ഒരു ശുചീകരണത്തിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകും. കൂട്ടായി നിൽക്കണം. കാരണം ജലസ്രോതസ്സുകളൊന്നും മലിനമായി പോകാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ആറാട്ടുകടവിൽ ഇപ്പോൾ ഇവിടെയുള്ള പല ആളുകളും സംസാരിച്ചൊരു കാര്യം, സാറും അക്കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ആറാട്ടുകടവിലെ ഈ മലിനമായ വെള്ളത്തിൽ ശുദ്ധി വരുത്തിയിട്ട് പൂജാരിമാർക്ക് പോകേണ്ടി വരുന്നത് വളരെ ഒരു നിസ്സഹായാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ശ്രമം ഉണ്ടാകുമെന്ന് നാട്ടുകാർക്ക് പ്രതീക്ഷയുണ്ട്. അത് ഇപ്പോൾ ബന്ധപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന ഒരു ഉറപ്പുകൂടി നൽകുകയാണ്. ഉറപ്പുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ നാട്ടുകാർക്കുണ്ടായിരിക്കുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പരിശോധന നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് 2 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളും എല്ലാവരും ഇടപെട്ട് ഈ ചെറുപുഴയുടെ ശുചീകരണത്തിനുണ്ടാകും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മലിനവെള്ളത്തിൽ കുളിച്ചിട്ട് വേണം പൂജാരിമാർ പൂജയ്ക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണ്. അതൊന്നും എവിടെയും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എന്താണ് ഇനി ഒരു പരിഹാരം ഒന്നുകൂടി താങ്കൾക്ക് പറയാനുണ്ടാവുമല്ലോ? ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ ഈ ക്ഷേത്രകടവിന്റെ ഒരു അവസ്ഥ. കാരണം ഇവിടെ വർഷങ്ങളായിട്ട് തിരുമാനകുന്ന് അമ്പലത്തിലെ പൂജാരിമാർ അവർ വീട്ടിൽ നിന്ന് കുളി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ശുദ്ധി വരുത്തിയിട്ടാണ് പൂജാതി കർമ്മങ്ങൾക്ക് അവിടേക്ക് കയറുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ കുളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അവർക്ക് ദേഹത്തൊക്കെ ചൊറിച്ചിൽ വരുന്നു, അവർക്ക് പൂജ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ അവർക്കൊക്കെ അസുഖം വരുമെന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഈ എന്താ പറയുക, വിശ്വാസത്തെ പോലും അല്ലെങ്കിൽ
അമ്പല കാര്യങ്ങൾ പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഈ തോട് കാരണം സംഭവിക്കുന്നത്, ഇപ്പോഴത്തെ മലിനം കാരണം. ഏതായാലും എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. നമ്മൾ നാട് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാര്യമാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരുപാട് ആയിരക്കണക്കിന് വിശ്വാസികൾ വരുന്ന തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂജ ചെയ്യുന്ന പൂജാരിമാരെ ഈ മലിന ജലത്തിൽ കുളിച്ചിട്ട് വേണം, അവർ ശുദ്ധി വരുത്തിയിട്ട് വേണം. അപ്പോൾ ആ പൂജയുടെ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ വളരെ പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല രോഗഭീതിയുണ്ട്. എന്തായാലും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും കൂട്ടായി നിന്ന് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. നാട്ടുകാരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാം. മാലിന്യം തള്ളുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പവിത്രമായ ക്ഷേത്രക്കടവിലെ ഈ മലിനജലത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി പൂജ നടത്തേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അടിയന്തരമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സിനെ സംരക്ഷിക്കുക മാത്രമല്ല, ഒരു വിശ്വാസ പൂർണ്ണതയുടെയും കൂടി കാര്യമായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ബുജൈർ സാദിഖിനൊപ്പം ജബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.